താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ. പ്രൈസർ ഫാമിലിയിൽ നിന്ന് അതിരുകളെ വിശാലമാക്കുന്ന അഥവാ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന വചനവും പ്രാർത്ഥനയും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലത് നടക്കണമെങ്കിൽ പിന്നിൽ 4 നല്ല കാര്യവും 4 നല്ലവരും വേണ്ടേ? അപ്പോൾ ചില നല്ല കാര്യങ്ങളുടെ പരിണിത ഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റു ചില നല്ല കാര്യങ്ങൾ. എന്നാൽ ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലത് നല്ലത് സംഭവിക്കുവാൻ വേണ്ടി നമുക്കൊപ്പം വന്നു ചേരാറുണ്ടോ? ചിലത് നല്ലതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മളത് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകാറുണ്ടോ? ചിന്തിച്ചേ, ഉണ്ടാകാറുണ്ടോ? ഇല്ല. പലപ്പോഴും ഇല്ല എന്ന് പറയേണ്ടി വരും. തീർന്നില്ല, നല്ലവരും. അതെ, നമ്മുടെ നല്ല കാലത്തെക്കുറിച്ച് നമ്മെപ്പോലെ സ്വപ്നം കാണുകയും നമ്മെപ്പോലെ ചിന്തിക്കുകയും ചെയ്യുന്ന നല്ലവർ ഉണ്ടാകാറുണ്ടോ? ഇല്ല. എന്നാൽ നല്ലതൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ, നല്ലവരൊന്നും ഒപ്പമില്ലാതിരിക്കുമ്പോൾ നമുക്കൊപ്പം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ചിലതുണ്ട്. മോശം കാര്യങ്ങളും മോശം മനുഷ്യരും. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ച്, ഞാൻ ആദ്യം പറഞ്ഞത് ലോക മനുഷ്യരെ സംബന്ധിച്ച്, ഇനിയൊരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ഈ നല്ല കാര്യം സംഭവിക്കണമെങ്കിൽ, അതായത് നിങ്ങൾ ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്ന ആ നല്ല കാര്യം സംഭവിക്കണമെങ്കിൽ 4 നല്ല കാര്യവും 4 നല്ലവരും വേണ്ട. മറിച്ച് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, അതെ, അത് മതി. അതിനെ ദൈവം നിങ്ങളുടെ നല്ലതാക്കി മാറ്റും. മീൻസ് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയെയും പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും ദൈവം നിങ്ങളുടെ നന്മയാക്കി മാറ്റും. ആ ജോലി സ്ഥലത്ത് സഹോദര, അത് തന്നെ നീ അവിടെ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ, ആ പ്രതിസന്ധിയെ, ആ പ്രതികൂലത്തെ അഥവാ അനർത്ഥം പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന അവസ്ഥ അല്ലേ? പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയത്തില്ല, വലിയ പ്രശ്നമാണ്. ശമ്പളം കിട്ടിയിട്ട് ചില മാസങ്ങളായി കുടിശ്ശിക പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനേക്കാളും വലിയ കുടിശ്ശിക കടത്തിന്റെ രൂപത്തിൽ നിന്റെ ജീവിതത്തിൽ മറുഭാഗത്ത് പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ആവശ്യങ്ങൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭയപ്പെടുന്നു, ഇനി എന്തു ചെയ്യും? വലിയൊരു അനർത്ഥമാണ് പടിവാതിൽക്കൽ തലപൊക്കി നോക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആ അനർത്ഥം അകത്തു കടന്നു വരും, നിന്നെ പിടിച്ചടക്കും. ആ അനർത്ഥത്തെ നിന്റെ വിശാലതയ്ക്ക് കാരണമാക്കി മാറ്റുന്ന ഒരു ദൈവം. അതാ ഞാൻ പറഞ്ഞത്, ആ അനർത്ഥത്തെ ദൈവം നന്മയ്ക്ക് കാരണമാക്കി മാറ്റും. നീ ആ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ആ അനർത്ഥത്തെ തന്നെ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നീ ഭയപ്പെടുന്ന ആ അനർത്ഥം പടിവാതിൽക്കൽ നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും അതകത്ത് കടന്നു വരാം, നിന്റെ ജീവിതത്തെ ആകപ്പാടെ തകർത്ത് കളയാം. നല്ലതാണ് നീ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ആ നല്ലത് സംഭവിക്കുവാൻ തക്കവണ്ണം 4 നല്ല കാര്യവും നല്ല കാര്യം ഒപ്പം നിന്ന് ചെയ്യുവാൻ 4 നല്ലവരും നിനക്കൊപ്പമില്ല. നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചാ. നിന്റെ ഭർത്താവ് നിനക്കൊപ്പം സന്തോഷമായി ജീവിച്ച് നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി മുൻപോട്ട് പോകുന്ന ആ നല്ല കാര്യം അത് ചെയ്തു തരുവാൻ 4 നല്ല പേരുമില്ല, 4 നല്ല കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നുമില്ല. സംഭവിക്കുന്നതെല്ലാം ദോഷം കാര്യങ്ങളാണ്. വന്നു ചേരുന്നവരെല്ലാം ദോഷം മാത്രം ചെയ്യുന്നവരാണ്. നന്മ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ചിലരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. നിന്നെയും നിന്റെ ഭർത്താവിനെ ചേർത്ത് നിർത്തുമെന്ന്, ഈ പിണക്കത്തിനൊക്കെ ഒരു അറുതി ഉണ്ടാക്കി തരുമെന്ന് അവരകത്ത് വന്നിട്ട് തമ്മിൽ അടുപ്പിക്കുക. ഓ സ്തോത്രം. ഇങ്ങനെ അടുപ്പിക്കുകയല്ല, അടുപ്പിക്കുക. അല്ലേ? വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും നിന്റെ പക്ഷം പറയാൻ വേണ്ടി, നിനക്ക് വേണ്ടി പറയാൻ വിളിച്ചതാ. അകത്ത് വന്ന് നിനക്കിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, അത് മുഖാന്തരം അനർത്ഥം പടിവാതിൽക്കൽ നിൽക്കുക. ഏത് നിമിഷവും അകത്ത് വരാം. ഭയമാ. ആ അനർത്ഥത്തെ നിന്റെ വിശാലതയ്ക്ക് കാരണമാക്കി മാറ്റുന്ന ഒരു ദൈവം. യാസ്, ആ ബാധ്യത ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തും. അല്ലേ? ആ ലോൺ അടച്ചു തീർക്കണമെങ്കിൽ വിറ്റ് കളയേണ്ടി വരും. സ്വപ്നം കണ്ട് പണിത ഭവനം, ഒത്തിരി നാളത്തെ കാത്തിരിപ്പ്, അയ്യോ എന്റേതല്ലാതായി തീരും. ഞാൻ താമസിക്കേണ്ട ഭവനത്തിനകത്ത് മറ്റൊരാൾ വന്ന് താമസിക്കും. വിൽക്കാൻ ആള് നോക്കുന്നുണ്ടെങ്കിലും ഉള്ളിനകത്ത് തീയാ. സഹോദരി, നിന്നെക്കുറിച്ച് അതിന്റെ ഒത്തിരി നാളത്തെ അധ്വാനമാ. സഹോദര, ഒത്തിരി നാളത്തെ നിന്റെ അധ്വാനമാണ്. നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവർ മാറ്റിവെച്ചതാ, അത് നഷ്ടപ്പെട്ടു പോകുന്നു. ആ സ്വർണം അത് തിരിച്ചെടുക്കുവാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. ആ വസ്തു നഷ്ടപ്പെട്ടു പോകുന്നു. ആ വാഹനം നഷ്ടപ്പെട്ടു പോകുന്നു.
അനർത്ഥം, നഷ്ടപ്പെടലെന്ന അനർത്ഥം പടിവാതിൽക്കൽ. നഷ്ടപ്പെടലെന്ന അനർത്ഥം ഏത് നിമിഷവും അകത്തു വരും. നല്ലത് സംഭവിക്കുവാൻ 4 നല്ല കാര്യമില്ല. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ, ബാധ്യതയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ 4 നല്ലവർ ഇല്ല. ഫലമോ അനർത്ഥം. അനർത്ഥം. ആ അനർത്ഥത്തെ നിന്റെ വിശാലതയ്ക്ക് കാരണമാക്കി മാറ്റുന്ന ദൈവം. അതേ, നഷ്ടപ്പെടലുകൾ ഉള്ളതുകൂടെ ഇല്ലാതാക്കുന്ന ആ നഷ്ടപ്പെടലിന്റെ അനുഭവത്തെ, നീ ഭയപ്പെടുന്ന ആ അനുഭവത്തെ നിന്റെ വിശാലതയ്ക്ക് കാരണമാക്കി മാറ്റുന്ന ഒരു ദൈവം. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ എത്തി നോക്കുന്ന ആ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ഭയപ്പെടുത്തലുകളെ, അനർത്ഥം പടിവാതിൽക്കൽ നിൽക്കുന്നു. നല്ലൊരു ജോലിക്കാരനായി മാറുമെന്ന് വിചാരിച്ച തലമുറ മദ്യപാനിയായി മാറുവാൻ പോകുന്നു. മോശം കൂട്ടുകെട്ടുകളിൽ പെട്ട് അയ്യോ, ആ അനർത്ഥം, വേട്ടയാടുന്ന അനർത്ഥം, അതെ, ആ അനർത്ഥത്തെ വിശാലതയാക്കി മാറ്റുന്ന ദൈവം. അതെ, ആ അനർത്ഥം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നീ ഭയപ്പെടുന്ന, കടന്നു വന്നവരെ പിടിമുറുക്കി തകർത്ത് കളയുമെന്ന് നീ ഭയപ്പെടുന്ന അനർത്ഥം, അത് വ്യസന കാരണമായി തീരാതെ അവരുടെ ജീവിതത്തെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. യെസ്, യേശുവിൻ നാമത്തിൽ ആ രോഗം നിനക്ക് അനർത്ഥമായി തീരാതെ, നിനക്കൊപ്പമുള്ളവർക്ക് കരഞ്ഞു തീർക്കുവാനുള്ള കാരണമായി മാറാതെ, നല്ലതൊന്നും സംഭവിക്കുന്നില്ല. ട്രീറ്റ്മെന്റിൽ നല്ലതൊന്നുമില്ല. ചില ട്രീറ്റ്മെന്റുകളുണ്ട്, നിനക്കറിയാം, നീ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് തക്കവണ്ണം ട്രീറ്റ്മെന്റിലേക്ക് കടന്നു പോകുവാൻ 4 നല്ലവരില്ല ഒപ്പം നിൽക്കുവാൻ, ചിലത് തന്ന് സഹായിച്ച് മുൻപോട്ട് നടത്തുവാൻ. ഫലമോ അനർത്ഥം, മരണമെന്ന അനർത്ഥം പടിവാതിൽക്കൽ നിൽക്കുന്നു. ആ അനർത്ഥത്തെ വിശാലതയാക്കി മാറ്റുന്ന ഒരു ദൈവം. യെസ്, യേശുവിൻ നാമത്തിൽ ആ അനർത്ഥത്തെ വിശാലതയാക്കി മാറ്റുന്ന ഒരു ദൈവം. അപ്പോ എങ്ങനെ ആ അനർത്ഥത്തെ പടിവാതിൽക്കൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും അകത്ത് കടന്നു വരാമെന്ന് നിങ്ങൾ ഭയത്തോടെ ആയിരിക്കുന്ന അതേ ആ അനർത്ഥത്തെ എങ്ങനെയാണ് പ്രാർത്ഥിച്ച്, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് വിശാലതയുടെ അനുഭവമാക്കി മാറ്റുന്നത്? ഒരിക്കൽ ഒരു സഹോദരൻ നിങ്ങളിൽ പലരെയും പോലെ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. അദ്ദേഹം വളരെ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. വലിയ കുഴപ്പമില്ല, അങ്ങനെ തട്ടിയും മുട്ടിയും മുൻപോട്ട് പോകുന്നു എന്ന് പറയാം. തനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റി കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. തൻ്റെ അവസ്ഥ താൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, പെട്രോൾ വില 67 നിന്ന് 117 ആയിട്ടും ഇങ്ങോട്ട് കിട്ടുന്നതിന് ഒരു മാറ്റവും, അഥവാ ശമ്പളത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അതേ അവസ്ഥ തന്നെ, എങ്കിലും സ്ഥിരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ എന്നോട് പറയുക, ആ അഡ്ജസ്റ്റ്മെന്റിന് അവസാനം ഉണ്ടാകുവാൻ പോകുക. യെസ്, വിശാലത ഉണ്ടാകുവാൻ പോകുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണമുള്ളത് എൻ്റെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുക. യെസ്, ആ വിശാലത, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, താങ്ക് ഗോഡ്. അപ്പോ ആ സഹോദരൻ അങ്ങനെ ജീവിച്ചു പോകുകയിൽ അതിനകത്ത് തനിക്കൊപ്പം ജോലി ചെയ്യുന്ന കർമ്മം കൊണ്ട് സഹോദരങ്ങളായി മാറിയവർ ചില വർഷങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ, ഒരുമിച്ച് താമസിക്കുമ്പോൾ ജന്മം കൊണ്ട സഹോദരങ്ങളെക്കാൾ അധികം ആത്മബന്ധമുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഈ സഹോദരങ്ങൾ പെട്ടെന്ന് ഈ സഹോദരന് വിരോധമായി മാറി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നെ അപമാനിക്കുക, തനിക്ക് വിരോധമായി പലതും പറയുക, താൻ ചെയ്യാത്ത കാര്യങ്ങൾ പറയുക, സ്ഥാപനത്തിൽ തൻ്റെ പേര് മോശമാക്കുക, അവിടെ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. 2 നിലയിൽ അത് ഈ സഹോദരനെ വല്ലാതെ ബാധിച്ചു. 1, തൻ്റെ ജോലിയിൽ അതൊരു പ്രശ്നമാകും. 2, തൻ്റെ ആത്മസ്നേഹിതന്മാർ, മീൻസ് കർമ്മം കൊണ്ടുള്ള സഹോദരന്മാർ, അവർ തന്നെ തനിക്ക് ശത്രുക്കളായി മാറുന്നു. വല്ലാത്തൊരവസ്ഥ അല്ലേ? അത് അനുഭവിച്ച് കരയുന്നുണ്ട്. ഒപ്പമുള്ളവർ വല്ലാതെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുന്നുണ്ട് അല്ലേ സഹോദര? ഞാൻ ഈ പറയുന്ന സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുക. ഓഹ്, താങ്ക് ഗോഡ്. റെഡി ആയിക്കോ. ആ സഹോദരൻ വളരെ വേദനയോടെ തൻ്റെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഭാരപ്പെടേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹോദരനോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരന് വേണ്ടി എനിക്ക് തന്ന വചനം ആ സഹോദരനുമായി ഞാൻ പങ്കുവച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ വചനം വെച്ച് സഹോദര നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ വചനം ഇതാണ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യബേസ്
ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് അനർത്ഥം എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, അമ്മ പെറ്റ മക്കളെക്കാളധികം ഞാൻ സ്നേഹിക്കുകയും എന്നെ ഇന്നലകളിൽ സ്നേഹിക്കുകയും ചെയ്തിരുന്നവർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനർത്ഥം അതെനിക്ക് വ്യസന കാരണമായി തീരാതെ നിന്റെ കൈ എന്നോട് കൂടിയിരിക്കുകയും തീർന്നില്ല, എനിക്ക് വിശാലത വരുത്തുകയും ചെയ്യണമേ, എൻ്റെ അതിരുകളെ വിശാലത വരുത്തുകയും ചെയ്യണമേ. ആ സഹോദരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ദൈവദാസനെ ഈ പ്രാർത്ഥന കൊള്ളാം, പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോ വിശാലത അത് സംഭവ്യമാണോ? ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, ദൈവത്തിൻ്റെ വാക്കിന് ഊവ് അതിനപ്പുറം ഇല്ല എന്നൊരർത്ഥമില്ല. ആ വാക്ക് നിങ്ങൾ കേൾക്കുന്നു, ആ വാക്കിനൊത്തവണ്ണം നിങ്ങൾക്കൊപ്പം നമ്മൾ മുമ്പോട്ട് പോകുവാൻ പോകുന്നു. അത് ഊവെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പറയട്ടെ, ആ സഹോദരൻ സന്തോഷത്തോടെ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്നത് പോലെ വേഗത്തിൽ ആ സഹോദരൻ ആ പ്രാർത്ഥനയുടെ മറുപടി വിളിച്ചറിയിച്ചു. ആ സഹോദരൻ പറഞ്ഞു, ദൈവദാസനെ, ഒരു ദിവസം ഞാൻ വളരെ ഭാരത്തോടെ എൻ്റെ റൂമിനകത്തായിരിക്കുമ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാനും ആ സുഹൃത്തുമായി സൗഹൃദ സംഭാഷണത്തിന് മധ്യത്തിൽ ഞാനിവിടെ അനുഭവിക്കുന്ന എൻ്റെ അവസ്ഥ പറഞ്ഞു. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമെങ്കിൽ കടന്നു വരിക. അതിനു മുമ്പ് പലതവണ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല ഒഴിവുകളും വന്നപ്പോൾ ഈ സഹോദരനെ ക്ഷണിച്ചിട്ടുള്ളതാണ്. എന്നാൽ അന്ന് ആ സഹോദരങ്ങളൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ സഹോദരൻ വിസമ്മതിച്ചു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച ഈ സഹോദരൻ ആ സുഹൃത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കടന്നുപോയി ആ ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ദൈവദാസനെ, അനർത്ഥം കടന്നു വന്നില്ല. അതേ, ഞാൻ ഭയപ്പെട്ടതുപോലെ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്യാൻ കഴിയാതെ നാട്ടിൽ പോയില്ല എന്ന് മാത്രമല്ല, അവിടെ ജോലി ചെയ്ത് കിട്ടിയിരുന്നതിനേക്കാൾ 3 ഇരട്ടി സാലറിയും അതിന് തക്കമുള്ള പോസ്റ്റും എനിക്ക് എൻ്റെ ദൈവം നൽകി. അതേ, അനർത്ഥം വ്യസന കാരണമായി തീരാതെ പരിപാലിച്ച ദൈവം എൻ്റെ അതിരുകളെ വിശാലമാക്കി, എൻ്റെ ആഗ്രഹങ്ങളെ വലുതാക്കി, എൻ്റെ സ്വപ്നങ്ങളെ വലുതാക്കി. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ എതിരേൽക്കുവാൻ പടിവാതിൽക്കൽ നിൽക്കുന്ന ആ അനർത്ഥം വ്യസന കാരണമായി തീരാതെ എൻ്റെ കർത്താവ് നിന്റെ അതിരുകളെ വിശാലമാക്കി തീർക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, അപ്പോ യബ്ബേസ് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങുകയാണ്. 9ാമത്തെ വാക്യത്തിൽ അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവൻ്റെ സഹോദരന്മാരെക്കാൾ യബ്ബേസ് മാന്യനായിരുന്നു. മീൻസ് സഹോദരന്മാർ കുഴപ്പക്കാരായിരുന്നു. അതാണ് അനർത്ഥം പടിവാതിൽക്കൽ നിന്ന് എത്തി നോക്കുവാനുള്ള കാരണം. ആണേ, സഹോദരന്മാർ ജന്മം കൊണ്ട സഹോദരന്മാർ മാത്രമല്ല, കർമ്മം കൊണ്ട സഹോദരങ്ങളും. നേരത്തെ ആ സഹോദരനുണ്ടായിരുന്ന അനേക സഹോദരന്മാർ ജോലി സ്ഥലത്ത് ദീർഘനാളായി ഒരുമിച്ച് താമസിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്ന സഹോദരങ്ങൾ പെട്ടെന്ന് അവർ വെല്ലുവിളി ഉയർത്തുന്നു. അവരുടെ മുമ്പിൽ അവർക്കൊപ്പം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. അതാ പറയുന്നത്, യബ്ബേസ് മാന്യനായിരുന്നു. അവർ കാട്ടിക്കൂട്ടുന്നതിനൊത്തവണ്ണം അവർക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. സഹോദരന്മാരിലൂടെ പടികടന്ന് വരുന്ന അനർത്ഥം. സഹോദരന്മാർ പ്രശ്നക്കാരായി മാറുന്നു. സഹോദരന്മാർ വെല്ലുവിളി ഉയർത്തുന്നു. സഹോദരന്മാർ നിന്ദിക്കുന്നു. സഹോദരന്മാർ അപമാനിക്കുന്നു. നീ രക്ഷപ്പെടരുത്, നീ നന്നായി കാണരുതെന്ന് പറഞ്ഞ് പലതും പല നിലകളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല, മന്ത്രവാദങ്ങളിലൂടെയും ആഭിചാരങ്ങളിലൂടെയും ദുഷ്കർമ്മങ്ങളിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നീ നന്നാകരുത്, നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകരുത്. അവർ മുഖാന്തരം പ്രശ്നം അടിക്കടി ഉയരുന്ന അവസ്ഥ. 2, വ്യസനത്തോടെ യബ്ബേസിന്റെ അമ്മ അവനെ പ്രസവിച്ചു. എന്താ കാരണം? അവന്റെ സഹോദരന്മാരെ കുറിച്ച് ആ അമ്മയ്ക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. അയ്യോ, ഈ ചെറുക്കന് ജനിച്ചു വീഴാൻ പോകുന്നത് ഈ കാലമാടന്മാരുടെ ഇടയിലാണല്ലോ. മനസ്സിലായില്ലേ?
പ്രിയപ്പെട്ട പലരുടെയും വ്യസന കാരണമായി നിങ്ങൾ മാറിയിരിക്കുന്നു. അല്ലേ സഹോദരി? വളരെ പ്രതീക്ഷയോടെ നിന്നെ കെട്ടിച്ചു വിട്ടു, പക്ഷേ മാതാപിതാക്കൾക്കിപ്പോൾ വ്യസനമാണ്. അയ്യോ, ഉറക്കമില്ലാതെ പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിന്റെ കുടുംബജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ, ഇത് കഷ്ടമല്ലേ? നിനക്കും ദുഃഖം, നീ മുഖാന്തരം നിന്റെ മാതാപിതാക്കൾക്കും ദുഃഖം. എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥ. അല്ലേ സഹോദര? പ്രിയപ്പെട്ടവർ നിന്നെക്കുറിച്ച് ഓർത്ത് വിശ്രമിക്കുക. ഭാര്യ, മക്കൾ, അവർക്കെല്ലാം സങ്കടമാണ്. അല്ലേ? നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് വ്യസനിക്കുക. വേദന മാത്രമേ ഉള്ളൂ. കുഞ്ഞുമക്കളെ, നിങ്ങൾ കാരണം അവർക്ക് വേദന മാത്രമേ ഉള്ളൂ. നല്ലതൊന്നും അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. നല്ലതൊന്നും നിങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. അയ്യോ, അപ്പോ അനർത്ഥം പടിവാതിൽക്കൽ നിൽക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് വ്യസനിക്കുന്ന ഒത്തിരി പേർ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യബ്ബേസ് പ്രാർത്ഥിക്കുന്നത്. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? ആ ജോലി സ്ഥലത്ത് പടിവാതിൽക്കൽ എത്തി നോക്കുന്ന അനർത്ഥം വ്യസന കാരണമായി തീരാതെ ദൈവത്തിന്റെ കൈ നിങ്ങളോട് കൂടിയിരുന്ന് അതിരുകളെ വിശാലമാക്കണം. റെഡിയല്ലേ? ദൈവമേ, പ്രാർത്ഥിക്കുക സഹോദര, സഹോദരി, പ്രാർത്ഥിക്കുക. ആരും മൗനമായിരിക്കരുത്. യേശുവേ, അങ്ങ് എന്നോട് കൂടിരുന്ന് അനർത്ഥം വ്യസന കാരണമായി തീരാതെ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നവർ, ഞാൻ പ്രിയപ്പെട്ടവരെന്ന് കരുതിയിരുന്നവർ എനിക്ക് വിരോധമായി ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ ഫലം, ആ മന്ത്രവാദത്തിൻ്റെ ഫലം, ആ ശാപത്തിൻ്റെ ഫലം, ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം എനിക്ക് വ്യസന കാരണമായി മാറാതെ എൻ്റെ അതിരുകളെ അങ്ങ് വിശാലമാക്കണമേ. അവർ എന്നെ ഞെരുക്കി തകർക്കുവാൻ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അപ്പാ നീ എന്നെ വിശാലപ്പെടുത്തണമേ. എൻ്റെ ജോലിയെ നഷ്ടപ്പെടുത്തി എന്നെ ഇല്ലാതാക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ, യേശുവേ, നീ എനിക്ക് വിശാലത നൽകണമേ. ആ അനർത്ഥത്തെ നീ വിശാലതയാക്കി മാറ്റണമേ. യേശുവിൻ നാമത്തിൽ പടിവാതിൽക്കൽ നിൽക്കുന്ന അനർത്ഥം അത് വിശാലതയായി മാറുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര പ്രാർത്ഥിക്കുക. ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന ആ പ്രശ്നം അത് വിശാലതയ്ക്ക് കാരണമായി മാറുവാൻ പോകുക. അതേ സഹോദര, ജോലിയില്ലാതെ ഒന്നുമാകുവാൻ കഴിയാതെ ചുറ്റും നോക്കിയാൽ നല്ലതൊന്നുമില്ല. അയ്യോ, ഒരു വല്ലാത്ത അവസ്ഥയാ. വിശാലത ഉണ്ടാകുവാൻ പോകുക. ആ അനർത്ഥം, ജോലിയില്ലായ്മ എന്ന അനർത്ഥം വിശാലതയ്ക്ക് വഴിമാറുവാൻ പോകുക. അതിരുകൾ വിശാലമാകുക. പ്രാർത്ഥിക്ക് സഹോദര, സഹോദരി, പ്രാർത്ഥിക്ക്. അതിരുകൾ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുക. എന്തൊന്നു ഉള്ളതെല്ലാം പോവുകയല്ലേ? ജപ്തി ചെയ്ത് പോയാൽ, നിന്റെ പേരിൽ ഒന്നുമില്ലാതായി തീർന്നാൽ പിന്നെ ഏതാ അതിര്? അനർത്ഥം പടിവാതിൽക്കൽ, ലോണിന്റെ രൂപത്തിൽ, പലിശക്കടത്തിന്റെ രൂപത്തിൽ അതിരുകളെ വിശാലമാക്കുവാൻ പോകുക ദൈവം. ജപ്തി ചെയ്ത് പോകുമെന്നല്ല, നിന്റെ അവസ്ഥ നോക്കണ്ട. ജപ്തി ചെയ്ത് പോകുമെന്നല്ല, ആ അല്പസ്ഥലം വിശാലമാകുക, അതിരുകൾ വിശാലമാകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നീ വസ്തുവില്ലാത്തവളായി മാറുമെന്നല്ല, വസ്തുവില്ലാത്തവനായി മാറുമെന്നല്ല, അങ്ങനെയാ ലോകം പറയുന്നത്. അങ്ങനെയാ നിന്റെ ചിന്ത ഇപ്പോൾ വരെ. പക്ഷെ ഇനി മാറ്റി ചിന്തിക്കുക. സ്തോത്രം. ദൈവം നിന്റെ അതിരുകളെ വിശാലമാക്കുവാൻ പോകുക. നിന്റേത് സ്വന്തമാക്കാം എന്ന് നോക്കിയിരിക്കുന്ന, അതെ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിന്റേതായി മാറുവാൻ പോകുക. ജപ്തി ചെയ്ത് നീ ഒന്നുമില്ലാത്തവനായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സ്തോത്രം. അതിരുകൾ വിശാലമാകിയ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. ആമേൻ. അനർത്ഥം വ്യസന കാരണമായി തീരാതെ സഹോദരി, നീ ഭയപ്പെടുന്ന ആ അനർത്ഥം നിന്റെ ഭർത്താവിൻ്റെ ഇന്നത്തെ സ്വഭാവം തന്നെ, ഇന്നത്തെ ജീവിത രീതി തന്നെ. ഈ പോക്ക് പോയാൽ വ്യസന കാരണമാണ്. എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും? പ്രാർത്ഥിക്ക്. ദൈവമേ, ഈ അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം അങ്ങയുടെ കരം എന്നോട് കൂടിരുന്ന്, ദൈവത്തിന്റെ കരം നിന്നോട് കൂടിരുന്നാൽ, സ്തോത്രം. യബ്ബേസിന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കി അനർത്ഥം അവന്റെ ജീവിതത്തിൽ വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവത്തിന്റെ കരം അവനോട് കൂടിരുന്നു. ആ കരം, അതേ സഹോദരി, ദൈവത്തിന്റെ കരം നിന്നോട് കൂടിയിരിക്കുവാൻ പോകുക. അനർത്ഥം വ്യസന കാരണമായി തീരാത്ത വിധത്തിൽ, നിന്റെ ഭർത്താവ് നിന്റേതല്ലാതായി തീരാത്ത വിധത്തിൽ,
ആമേൻ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. സഹോദരി, നിന്നോടാ നിന്റെ ഭർത്താവ് മറ്റാരുടേതെങ്കിലുമായി മാറാത്ത വിധം, അവിധത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോകാത്ത വിധം ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടിയിരിക്കും. യാസ്, അവിടെ നിന്ന് അവൻ പെട്ടുപോയ സ്ഥാനത്തു നിന്ന് കർത്താവിൻ്റെ കരം അവനെ പുറത്തു കൊണ്ടുവരും. യാസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കർത്താവിൻ്റെ കരം ചിലരെ പുറത്തു കൊണ്ടുവരിക, ചില കൂട്ടുകെട്ടുകളെ പൊളിച്ച്, ചില ശീലങ്ങളിൽ നിന്നും. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുക സഹോദരി. അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരും. നീ പ്രതീക്ഷിക്കുന്ന അനർത്ഥമല്ല, വിശാലത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു തലമുറയെ കൂടെ നൽകി കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ആമേൻ. വിശാലത നൽകും. പിശാച് പറയും, ഓ നിന്നെ ഇല്ലാതാക്കും. ആമേൻ. നിന്നെ തകർക്കും, നിന്നെ മുടിക്കും, നിന്നെ ഒറ്റയ്ക്കാക്കി തീർക്കും. കർത്താവ് പറയും, വിശാലത തരും. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരെ വിഴുങ്ങുവാൻ തക്കവണ്ണം പിളർന്നു നിൽക്കുന്ന അനർത്ഥം സിംഹത്തെ പോലെ എന്തോരം പ്രശ്നങ്ങളായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? ഒരിടത്ത് നിന്ന് വലിച്ചു കയറ്റി കൊണ്ടുവരുമ്പോൾ അടുത്തടുത്ത പ്രശ്നം, പഠനത്തിൽ പ്രശ്നം. അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചതാ, ജോലി കിട്ടുമല്ലോ. ഇനി ആ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇപ്പോൾ ജോലിയും കിട്ടുന്നില്ല, പ്രശ്നം അധികരിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് കയറ്റി വിട്ടു ജോലിക്കായി തന്നെ. ഇനി നല്ലൊരു ഭാവി കൂടെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ കൊണ്ട് വിഷമിക്കേണ്ട. ഭാവി ഉണ്ടാകുന്നില്ല. ഭാവി ഉണ്ടായാലോ അവിടെയും പ്രശ്നം തീരുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അനർത്ഥം വേട്ടയാടുക, വിടാതെ പിന്തുടരുക. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന അനർത്ഥം, അത് വിശാലതയ്ക്ക് വഴിമാറുക. നീ ഭയപ്പെടുന്ന വ്യസന കാരണമായ അനർത്ഥം, അതെ, അത് വിശാലതയ്ക്ക് വഴിമാറുക. അവരുടെ ജീവിതം വിശാലമാകുവാൻ പോകുക. തൊഴിൽ മേഖല വിശാലമാകുവാൻ പോകുക. അവിടെ വിദ്യാഭ്യാസം വിശാലമാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. രാജ്യത്തിന്റെ വാതിലുകളെ വിശാലതയിൽ ദൈവം അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആ രാജ്യത്തിലേക്ക് അവർ കടന്നു പോകാൻ പോവുകയാണെന്നേ. വിശാലത ഉണ്ടാകുവാൻ പോവുക. പിശാച് പറഞ്ഞ് ഇവിടെ തന്നെ ഇട്ട് അവരെ ഇല്ലാതാക്കും. നല്ലതൊന്നും കാണുവാനും നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ തകർത്ത് കളയും. പക്ഷേ നീ പ്രാർത്ഥിക്കുമ്പോൾ, എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, ഈ അനർത്ഥം എൻ്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഈ അനർത്ഥം അവർക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം അങ്ങയുടെ കരം അവരോട് കൂടിരുന്ന് അവർക്കങ്ങ് വിശാലത വരുത്തേണമേ. അപ്പാ, അവർക്ക് വിശാലത വരുത്തേണമേ. മാതാവേ, പിതാവേ, നിങ്ങൾ ആ വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരാ വിശാലത അനുഭവിക്കും. അതേ, ഈ രോഗം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ രോഗം എനിക്ക് വ്യസന കാരണമായി തീരാതെ നീ എന്നെ സൗഖ്യമാക്കി, എനിക്ക് വിശാലത വരുത്തിയെങ്കിൽ അപ്പാ നീ എന്നെ സൗഖ്യമാക്കി. പ്രാർത്ഥിക്കുക. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. അപ്പാ, നീ എന്നെ സൗഖ്യമാക്കി എനിക്ക് വിശാലത വരുത്തണം. ഈ മുറിക്കകത്ത് നിന്ന്, ആശുപത്രിക്കകത്ത് നിന്ന് ഞാൻ പുറത്ത് വരട്ടെ. എന്നെ അങ്ങ് പുറത്ത് കൊണ്ടുവരണമേ. പ്രാർത്ഥിക്ക്. ചിലരെ കർത്താവ് പുറത്ത് കൊണ്ടുവരിക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ചിലർ പുറത്ത് വരിക. രോഗികളായി, ദീർഘനാളുകളായി രോഗികളായി ഭാരപ്പെടുന്ന ചിലരെ കർത്താവ് പുറത്ത് കൊണ്ടുവരിക. ആമേൻ. ആ രോഗം അനർത്ഥമായി മാറി, അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ശത്രു അത് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് നിനക്ക് വിശാലത ഒരുക്കുന്നു. ആമേൻ. നഷ്ടത്തിലായ സ്ഥാപനം, ഫലമെന്താ? അനർത്ഥം, പലിശക്കടം, ജപ്തി നോട്ടീസ്. കർത്താവ് അവിടെ വിശാലത തരുവാൻ പോകുക. ആ ബിസിനസ്, ആ വിദേശ രാജ്യത്ത് നീ തുടങ്ങി ഇന്ന് വലിയ പ്രശ്നത്തിലായ, കേസ് പോലുമായി നിൽക്കുന്ന ആ ബിസിനസ്സിനെ തന്നെ, യെസ്, യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് വിശാലത വരുത്തുവാൻ പോകുക. നീ ഭയപ്പെടുന്ന അനർത്ഥം, ആ വിദേശ രാജ്യത്തെ ജയിലിൽ കിടന്ന് നരഹിക്കുമെന്ന ആ അനർത്ഥം, സഹോദരന്മാരെ പോലെ അതേ കർമ്മം കൊണ്ട് സഹോദരന്മാരായവർ തന്ന പണിയാ. യെസ്, എൻ്റെ കർത്താവ് നിനക്ക് വിശാലത വരുത്തുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ സഹോദര, സഹോദരി? പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? യേശുവേ, ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ, ഞാൻ ജയിലിലായി തീരാതെ, അവിടെ നിന്ന് കടക്കാരനായി തിരികെ വരാതെ, അപ്പാ അങ്ങയുടെ കരം എന്നോട് കൂടിരുന്നു എനിക്കങ്ങ് വിശാലത വരുത്തണമേ. ഈ അവസ്ഥയിൽ തന്നെ പുറത്ത് കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കുക സഹോദര. യബ്ബേസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തിയ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി തരിക. യെസ്, താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ആമേൻ പറയും. നീ ആ സ്ഥാപനം തുടങ്ങി, ബാധ്യത ഏറുക. ഇതുവരെ വിചാരിച്ചതുപോലെ കച്ചവടം നടക്കുന്നില്ല.
കസ്റ്റമേഴ്സ് വരുന്നില്ല, ഭാരപ്പെടുക, പ്രാർത്ഥിക്കുക. കർത്താവ് അതിരുകളെ വിശാലപ്പെടുത്തുവാൻ പോകുക. എപ്പോൾ പൂട്ടി താക്കോല് കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിച്ചാൽ നീ ആയിരിക്കുന്ന. കാരണം അവിധത്തിൽ അനർത്ഥം ആ സ്ഥാപനത്തിനകത്തേക്ക് കടന്നു വരിക. കടമെന്ന പേരിൽ, ബിസിനസ് ഇല്ലായ്മ എന്ന പേരിൽ, കച്ചവടം നടക്കുന്നില്ല. അതേ, എന്നാൽ കർത്താവ് പറയുക, നീ പ്രാർത്ഥിക്കുമെങ്കിൽ അടുത്ത കടമുറിയൂടെ നിന്റെ കടയോട് ചേരും, നിന്റെ സ്ഥാപനത്തിനോട് ചേരും, നിന്റെ ഷോപ്പിനോട് ചേരും. ദൂത വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. കർത്താവ് വിശാലത വരുത്തും. അതിനുവേണ്ടി 4 നല്ലവരും 4 നല്ല കാര്യവും. അയ്യോ വേണ്ടതേ. ഇന്ന് നടക്കുന്ന ഈ ദോഷം കാര്യങ്ങളൊക്കെ മതി. നിന്നെ ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ മതി നിന്റെ ജീവിതം വിശാലമായി മാറുവാൻ, നീ ആഗ്രഹിക്കുന്ന വിശാലത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. വിശാലത കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ആ അനർത്ഥം നിങ്ങളെ വേട്ടയാടത്തില്ല. ആ അനർത്ഥം വ്യസന കാരണമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മെസ്സേജുകൾ കേട്ട് എല്ലാ ദിവസങ്ങളും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ മറ്റൊത്തിരി പേർ കാരണമായതുപോലെ നിങ്ങൾക്കും അനേകരുടെ അനുഗ്രഹത്തിന് കാരണമായി മാറാം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എന്ന കണ്ണടച്ച് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനങ്ങളും വേഗത്തിലോടുന്ന വചനം അയച്ച് അപ്പനങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ആ വാർദ്ധക്യ സഹജമായ രോഗം, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ കിടക്കയിലാക്കിയ രോഗം, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക. രോഗബന്ധനം അഴിയട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യം വ്യാപരിക്കുക. ഓ സ്തോത്രം. ആമേൻ. ആ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക സഹോദരി. അവനെ കർത്താവ് പുറത്തു കൊണ്ടുവരും. അവനെ നീ കർത്താവിന് കൊടുക്കുക. ഇനി സാധ്യതയില്ല. ഡോക്ടർ പറയുക ഇനി സാധ്യതയില്ല. ഈ രോഗത്തോടെ തന്നെ ആ കുഞ്ഞ് ജീവിക്കും. ഇല്ല, കർത്താവ് പറയുക ആ അനർത്ഥം വ്യസന കാരണമായി തീരത്തില്ല. ആ രോഗമെന്ന അനർത്ഥം നിന്റെ തലമുറയുടെ മേലിൽ നിന്ന് വിട്ടുപോകുക. അവനെ കർത്താവിനെ ഏൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ഉറക്കമില്ലായ്മകൾ മാറുക, ഡിപ്രഷനുകൾ മാറിപ്പോകുക. ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഭർത്താവിന് വേണ്ടി സഹോദരി പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ വഴി തുറക്കപ്പെടുക. ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. ഓ താങ്ക് ഗോഡ്. അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ആ വെല്ലുവിളി മാറട്ടെ. ആ ബന്ധനം അഴിയട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരഴിഞ്ഞു മാറട്ടെ. ഓ സ്തോത്രം. ജോലിയില്ലായ്മയിട്ട് വെല്ലുവിളിക്കുന്ന പോര് മാറട്ടെ. ജോലി ലഭിക്കുക. സഹോദരൻ, അതിൻ്റെ കാത്തിരിപ്പിൽ നിന്ന് അറുതി ഉണ്ടാകുക. ഓ താങ്ക് ഗോഡ്. ആ കച്ചവടം അനുഗ്രഹിക്കപ്പെടുക. പുതിയ ഷോപ്പ് നീ തുടങ്ങുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്ത് ബാധിക്കപ്പെട്ടവർ, കടത്തിലായവർ, ഓ സ്തോത്രം, പുറത്തു വരിക. കടഭാരം മാറുക. പ്രാർത്ഥിക്കുക. പലിശക്കടം മാറുക. ജപ്തി നോട്ടീസുകൾ മാറിപ്പോവുക. ആ വസ്തു, വീട് നഷ്ടപ്പെടുവാൻ അനുവദിക്കത്തില്ലെന്നേ. കർത്താവ് അത് അനുവദിക്കത്തില്ല. വഴി തുറക്കുക. പ്രാർത്ഥിക്കുക. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയുക. വാഹനങ്ങൾ വാങ്ങുക. വസ്തുക്കൾ വാങ്ങുക. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. ഭർത്താവ് മടങ്ങി വരിക. ഭാര്യ മടങ്ങി വരിക. കുടുംബജീവിതത്തിന് വിരോധമായി ബാധിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകുക. ഓ താങ്ക് ഗോഡ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. വഴി തുറക്കപ്പെടുക. വിശാലത ഉണ്ടാകുക. ഓ ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. വഴി തുറക്കപ്പെടുക. അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ മുൻപോട്ട് പോക്കിന് അഡ്മിഷൻ ലഭിക്കുക. ജോലി ലഭിക്കുക. റിസൾട്ട് ഉണ്ടാകുക. രാജ്യത്തിൻ്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. എല്ലാ മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകളും വിട്ടുപോകുക. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനെ അവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ച് ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.